ഇപ്പൊ ഇത്ര 100 രൂപ. ബിരിയാണി, ചിക്കൻ ബിരിയാണി എല്ലാവർക്കും നമ്മളിപ്പോ എത്ര 47 പേര്, 47 എത്തും. നമുക്ക് പോവാം. എല്ലാവരും ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് എല്ലാവരും അകത്തോട്ടാക്കാൻ. നമ്മുടെ സാറുണ്ട്, സാറിനുണ്ട് ഈ കസേര എടുത്ത് വെച്ചു. നമ്മുടെ മന്തി ബിരിയാണി വന്നിട്ടുണ്ട്. തിന്നിട്ട് അപ്പൊ നമ്മള് തിന്നിട്ട് നല്ല ക്വാണ്ടിറ്റി വെച്ച് നല്ല ക്വാണ്ടിറ്റിയുള്ള ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി, ഒന്നും പറയണ്ട. ഒന്നും പറയില്ല. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയാണ് ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ച് നേരെ പള്ളി സംസാരിക്കാൻ വന്നതാണ്. തീരുമാനമുള്ള ക്വസ്റ്റ്യനുമായി പോയില്ല. നേരെ പള്ളി സംസാരിച്ചപ്പോൾ നേരെ സ്ട്രേറ്റ് ബസ്സിലോട്ടാണ്. ബസ്സിൽ കയറി ഇച്ചിരി റെസ്റ്റ് ഒക്കെ എടുത്ത് ഫുൾ DJ ഫുൾ നേരെ സ്ട്രേറ്റ് തൃശ്ശൂർ ഇവിടെ പാലസിൽ പോകണം. ഹായ്, ഇപ്പൊ നമ്മൾ ഇപ്പൊ വന്നേക്കുന്നത് തുഞ്ചത്ത് സംസ്കാരം തിരൂരിലാണ്. തുഞ്ചത്ത് മെമ്മോറിയൽ ട്രസ്റ്റ് ബുക്ക് സ്റ്റാളാണ്. പ്രശസ്തമായ ജില്ലയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും മുതിർന്നവർക്കൊക്കെ വായിക്കാൻ കുറേ ബുക്കുകളുണ്ട്. നമ്മൾ പോകേണ്ട ഇതുവഴിയാണ്. ഇവിടെ പോകുമ്പോൾ കുറേ ഇൻസ്റ്റാൻസസ് ഉണ്ട്. പൂക്കളും ഫലങ്ങളും പറിക്കരുതെന്നൊക്കെ. എന്തായാലും നമ്മൾ അതുവഴി പോകുന്നത് പ്രകൃതി ഭംഗി കാണിക്കുന്ന ഇതാണ്. കുറേ തറവാടി അമ്പലം, ഞങ്ങൾക്കൊരു അമ്പലം പോലെ, അതുപോലെ ഊട്ടുപുര, വിശ്രമ കേന്ദ്രം എല്ലാം ഉണ്ട്. എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് നിങ്ങളിനി ഇതെല്ലാം ഒന്ന് കാണും. നിങ്ങളുടെ തറവാടിത്തം, ഇല്ല പ്രകൃതി ഭംഗി, ഇതെല്ലാം വിളിച്ചതാണ്. എന്തായാലും നമുക്ക് അകത്തെ കാലത്തേക്ക് പോകും. പണ്ട് കാലത്തെ സ്റ്റേജാണ്. പണ്ട് കാലത്തെ ആൾക്കാർ ഈ പല പല കലകളൊക്കെ ചെയ്ത സ്റ്റേജ്. ഇനി നമുക്ക് പോകണ്ട അങ്ങോട്ട്. ഈ ഭരതനാട്യം അങ്ങനത്തെ ഇപ്പൊ നമുക്ക് പോകണ്ട അങ്ങോട്ടാണ്. നമുക്കത് അങ്ങോട്ട് പോവാം. പഴയ കാലത്തെ ധാന്യ അളവൊക്കെ കേട്ടോ. ഇതെന്താ ഇത്? ഭിന്നസംഖ്യകൾ, മലയക്ഷയെ കണ്ടോ? മലയക്ഷി മലയാള ഭാഷയുടെ പഴയ രൂപങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇത് മലയാളമാണ്. ഇത് ഇങ്ങനെയാണ്. നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ നല്ല ഇതായിട്ടുണ്ട്. ഇവിടുത്തെ വൈബ് കൊള്ളാം. എന്തായാലും ഇവിടെ നമ്മളെക്കാട്ടും കൂടുതൽ ഉപയോഗമായിരിക്കും വയസ്സുള്ളവർക്കാന്ന് തോന്നുന്നു. കാരണം നമുക്കത്ര ഇത് എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ചേരത്തില്ല. പക്ഷെ വലിയ പ്രായമുള്ളവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഉമറുൽ ഫാറൂഖ്, ഓക്കെ, ഉമറുൽ ഫാറൂഖ് ടൂർ വന്നാണല്ലേ? മിസ് ഹബ് പറഞ്ഞോ. ഐസ് പൊറണ്ടി അല്ല, ഐസ് ചിരണ്ടി. അങ്ങനെയുണ്ട് സാധനം. എങ്ങനെയുണ്ട്? നമുക്ക് പുതിയ എടുത്തോണ്ടിരിക്കും കേട്ടോ. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ. ഒരു ഹായ് തരുമോ? ഓട്ടോഗ്രാഫ് എടുക്കാൻ പേന എടുത്തില്ല. എല്ലാം മധുരമാണ് പറഞ്ഞേക്കുന്ന ഐസ്. അതിഥി ആണോ? എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? ബീച്ചിൽ വന്ന് ആദ്യമായിട്ട് സോഡാ സർബത്തല്ലടാ ചിതാറ. ആദ്യമായിട്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ വരുന്നത്. അതിന്റെ എല്ലാം കാണാനുണ്ട്. കൂന്തല് ഞാൻ വന്ന കേട്ടോ. ഒരു കൂന്തല്, സിംഗിൾ കൂന്തൽ കടിച്ചോ? അടിക്കാളെ
എങ്ങനെയുണ്ട് ഇച്ചിരി അടിക്കാം ഇച്ചിരി തരണേ. എനിക്ക് ഇച്ചിരി താടെ. എന്താ ഇത്? ഉണ്ടല്ലോ ഉണ്ടല്ലോ അത് വേണം. 100 രൂപ ഇപ്പൊ കൈ ഇത്ര 100 രൂപ. ഓരോന്നിനും ഓരോ നിങ്ങൾ കാണുന്നത് ചോക്ലേറ്റ് ഫൗണ്ടേഷൻ ആണ്. നമ്മൾ അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്ന ഐറ്റം ഇത്. മസ്റ്റ് ഐറ്റം ആയിരിക്കും. മുഖമൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് സാധനം. രണ്ടാമത്തോടെ ഒറ്റക്ക് ഇഞ്ഞാണോ അത് കാണിക്കേ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഷവർമ കഴിക്കാൻ നമ്മളെ കോഴിക്കോട് ടൗണിൽ എന്ത് മന്തിയാ ഇത്? ചെറുമാലൊക്കെ മുള്ളാൻ നിക്കോട്ടെ ഇവിടെ. സാർ കള്ളം പറയണേ. ഉമ്മറ് കയറി 2ാമത്തെ മണിക്കൂറാണ്. അവിടെ അനക്കൊന്നുമില്ല. ബാത്റൂമാണ്. അയ്യോ എന്റെ മോനെ എന്റെ മോനെ എന്റെ ഭയങ്കര വിശന്ന ഇച്ചുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ സൂപ്പി മന്തിയാണെന്ന് പറയുന്നത് വിശപ്പുണ്ടാകുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. സിനിമ നോക്കിക്കൊണ്ടിരിക്കാൻ മേടിക്കൊന്നുമില്ല. മേടിക്കാൻ വേണ്ടി പോണോ? പോയി കൊള്ളാലോ. 500 മേടിച്ചോ. ഐഡിയുണ്ട് അടിപൊളി സാധനം. പൈസ ഉണ്ടോ? സമയം